ഇല്ല അങ്ങനെയല്ല. ഞാൻ വെള്ളിക്കോത്ത് സ്കൂളിൽ നിന്ന് വരുന്നതാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇവിടെ വന്നിട്ടാകുമ്പോൾ ആദ്യം നമ്മൾ പോയത് ഗോശാലയിലേക്കാണ്. അവിടെ കുറേ പശുവും പശുക്കുട്ടികളും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു ഗാലറിയിലേക്ക് പോയി. അവിടെ കുറേ ഫോട്ടോസും കുറേ മുദ്രാവാക്യങ്ങളും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടീച്ചർമാരും പിന്നെ അതിൽ കുറേ കഥകളും കവിതകളും ഔഷധ ഗുണമായ സസ്യങ്ങളും പാട്ടുകളും അങ്ങനെ കുറേ പഠിപ്പിച്ചു. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഒരു മാഷ് വന്നു. മാഷ് നമ്മളെ കുറേ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു. പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എല്ലാവരും കൂടിയിട്ട് ഒരു ചാക്കെടുത്തിട്ട് മറ്റേ ഇലകളും അങ്ങനെ കുറേ കാര്യങ്ങളും എല്ലാം ശേഖരിച്ച് ജൈവവളമാക്കിയതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സ്കൂളിൽ 30 കുട്ടികളുമായിട്ടാണ് നമ്മളിന്ന് ഇവിടെ ഒരു ഫീൽഡ് ട്രിപ്പിനായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ ഇവിടെ എത്തിയപ്പോൾ തന്നെയുള്ള ഒരു അന്തരീക്ഷം, ഒരു കുളിർമ നിറഞ്ഞ അന്തരീക്ഷം, നമ്മുടെ ജീവിത പ്രാരബ്ധങ്ങൾക്കിടയിൽ ഒത്തിരി മനസ്സിനെന്തോ ഒരു നല്ലൊരു സന്തോഷം തരുന്ന ഒരു അന്തരീക്ഷമായിട്ട് നമുക്ക് തോന്നി. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും അതുപോലെ നല്ലൊരു അനുഭവം തന്നെയാണ് ഇവിടെ എത്തിയത്. അതായത് നമ്മളെ സ്കൂളിലെ കുട്ടികളെന്ന് പറഞ്ഞാൽ പല വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുണ്ട്. പിന്നെ നല്ല ഹൈ എബോവ് ആവറേജ് ബിലോ ആവറേജ്. അത് നമ്മളിങ്ങനെ ഏറ്റവും കുറച്ച് ക്ലാസ്സിൽ പഠനത്തിൽ കുറച്ചും കൂടെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെന്ന് നമ്മൾ പറയുന്ന കുട്ടികളെ നമ്മളിവിടെ കൊണ്ടുവന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ കുട്ടികൾ എല്ലാ കാര്യത്തിലും സജീവമായിട്ട് ഇടപെടുകയും കുട്ടികളോടൊപ്പം നിന്നുകൊണ്ടുള്ള ക്ലാസ്സും അതൊക്കെ നല്ല അനുഭവമായി തോന്നി. മണ്ണും പ്രകൃതിയും തമ്മിലുള്ള മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ബന്ധം, ആ ബന്ധം കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നടന്ന പ്രവർത്തനങ്ങൾ അതൊക്കെ വളരെ നല്ല രീതിയിൽ പിന്നെ ഇവിടെ ചെയ്തു. അതുകൊണ്ട് നല്ലൊരു അനുഭവമായിട്ട് ഈ ഫീൽഡ് ട്രിപ്പ് പിന്നെ തോന്നി എല്ലാവർക്കും. അതുല് ഞാൻ വെള്ളിക്കോത്ത് സ്കൂളിൽ നിന്ന് വരുന്നു. ടീച്ചർമാരൊക്കെയും കൂട്ടുകാരുടെയൊക്കെയും ആശ്രമത്തിലേക്ക് വന്നു. ഇവിടെ ഫസ്റ്റ് ഗാലറിയിലേക്കാണ് പോയത്. അവിടെ അത്ര അത്യാവശ്യമായ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് കണ്ട് നേരെ വന്നു. ടീച്ചർമാർ കുറച്ച് ചെറിയ ചെറിയ കഥകളും ഒക്കെ പറഞ്ഞു തന്നു. പിന്നെ ഔഷധത്തെക്കുറിച്ചും ഇവിടെ പശുക്കളുണ്ടായിരുന്നു, പശുക്കുഞ്ഞുങ്ങളെയും എല്ലാവരെയും കണ്ടു. പിന്നെ നമ്മൾക്ക് മാഷ് വന്നു. മാഷ് ഞങ്ങളെ അത്യാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു. അമ്മയും അച്ഛനെയും എങ്ങനെ നോക്കുക, ആവശ്യമായത് അതൊക്കെ പറഞ്ഞു തന്നു. MBS GVHS വെള്ളിക്കോത്ത് സ്കൂളിൽ നമ്മൾ വരുന്നു. ഇടയ്ക്ക് ഫീൽഡ് ട്രിപ്പിനാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും സമാധാനം കിട്ടി. പിന്നെ ഇവിടെ മാഷ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇവിടുത്തെ പ്രകൃതി എല്ലാം നല്ലത്. പിന്നെ മാഷ് ഓർമ്മയുണ്ട്, മാഷ് എത്ര കാര്യങ്ങൾ കിട്ടാതെ അത് നമ്മളെ സ്കൂളിലും വീട്ടിലും നാട്ടിലും എല്ലാം എന്താണ് സമാധാനം കിട്ടാത്തത് അതൊക്കെ പറഞ്ഞു തന്നു. അത് എഴുതാൻ പറഞ്ഞു. പിന്നെ സ്കൂളിൽ നിന്ന് വരുന്നത് മാഷ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇല വറക്കാൻ കുറേ കളികളെല്ലാം പഠിപ്പിച്ചു തന്നു. പാട്ടുപാടുന്ന സമ്മാനത്തിന് വേണ്ടിയെല്ലാം പറഞ്ഞു തന്നു.
Yes, ready. എല്ലായിടത്തും ബുക്ക് പെൻ ഉണ്ടല്ലോ. ഇപ്പൊ ഒരു ടോപ്പിക് വരും, വേഗം എഴുതണം. ഏത് ഗ്രൂപ്പ് ജാസ്തി പോയിന്റ് എഴുതുന്ന അവർ വിന്നിംഗ് ഗ്രൂപ്പ്. മനസ്സിലായ? ഇപ്പോ ഔഷധ ഗുണമുള്ള ചെടികളെ പേര് എഴുതണം. ഔഷധ ഗുണമുള്ള ചെടികളെ പേര്, മെഡിസിനൽ വാല്യൂ പ്ലാന്റ്സ്. ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് എഴുതണം. ജസ്റ്റ് 3 മിനിറ്റ്, 3 മിനിറ്റിൽ എത്ര എഴുതുന്ന നോക്കാം. In. 3 മിനിറ്റ്. ഓക്കെ, ഗ്രൂപ്പിൽ 4 ആയി. കുരുമുളക് എക്സാമ്പിൾ. നോക്ക്, ഇത് ഗ്രൂപ്പ് 1, ഇത് ഗ്രൂപ്പ് 1, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3, ഇത് ഗ്രൂപ്പ് 4. ഗ്രൂപ്പ് നമ്പർ എഴുതിട്ട് വെക്കും. നമ്മൾ അയച്ചു തരുമല്ലോ ഫോട്ടോ ഗ്രൂപ്പ് 3 5 എഴുതിട്ടുണ്ട്. പിന്നെ ഇത് പപ്പായക്ക് ആനിയൻക്ക് എന്താ പറയുക, ഉള്ളി പ്ലാന്റ്. പിന്നെ ഇത് എന്താ പറയും, വെളുത്തുള്ളിക്ക് ഔഷധം. ജിഞ്ചറിന് ഔഷധം. കഴിക്കുന്ന എത്ര സാധനങ്ങൾക്ക് ഔഷധ ഗുണമുണ്ട്. അയ്യാ ടൈം ആയി. ഗ്രൂപ്പ് നമ്പർ എഴുതിയിട്ടുണ്ടല്ലോ, ഗ്രൂപ്പ് നമ്പർ ഇപ്പൊ അത് തരും. നിങ്ങളുടെ എത്ര 13 ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? 14. ഗ്രൂപ്പ് 1 വിന്നിംഗ് ഗ്രൂപ്പ്. എല്ലാവരും ക്ലാപ്പ് ചെയ്ത ഗ്രൂപ്പ് 1 14. അവര് 13, അവര് 14, 15 ഗ്രൂപ്പ് 1 ക്ലാപ്പ് ആക്കും. ഡോക്ടർ ആഷ്ലി പറഞ്ഞിട്ട് അവർക്ക് വിംബിൾഡൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ എല്ലാം ജയിച്ചിട്ടുണ്ട്. അത്ര വരെ പോയിട്ടുണ്ട്. അവർക്ക് എയ്ഡ്സ് വരും. എയ്ഡ്സ് വലിയ രോഗം. അപ്പോൾ അവന് ഫാൻസിಗೆಲ್ಲ ದುಃಖം. ഡോക്ടർ ആഷ്ലിക്ക് ഇത്ര വലിയ രോഗം വന്നല്ലോ. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇത്ര വലിയ രോഗം വന്നല്ലോ പറഞ്ഞിട്ട് അവർക്കെല്ല ದುಃഖം. അപ്പോൾ ഡോക്ടർ ആഷ്ലി പറയുന്ന ഇത്ര കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. അവരിൽ 5 ലക്ഷം മാത്രം ടെന്നീസ് കളിക്കാൻ പോകും. ഓക്കെ, അതിൽ 100 പേര് മാത്രം ഈ വിംബിൾഡൺ, ഓസ്ട്രേലിയൻ അതൊക്കെ പോകും. ആ 100ൽ 8 പേര് മാത്രം ക്വാർട്ടർ ഫൈനൽസിക്ക് വരും. 8 പേരിൽ 4 പേര് സെമി ഫൈനൽസിക്ക് വരും. 4 പേരിൽ 2 പേര് ഫൈനൽസിക്ക് വരും. ഫൈനൽസിൽ ഒരേ പേര് ജയിക്കും. അപ്പോൾ ഞാൻ ഭഗവാൻ അടുത്ത് ചോദിച്ചിട്ടില്ല എന്നെ സെലക്ട് ചെയ്തു പറഞ്ഞിട്ട്. ഇപ്പോൾ എങ്ങനെ ചോദിക്കുന്നു, എനിക്ക് മാത്രം എയ്ഡ്സ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞിട്ട് എങ്ങനെ ചോദിക്കുന്നു, അത് അവന് ഫാൻസിക്ക് പറയും. മനസ്സിലായ? പിന്നെ അതായ ശേഷം കുറച്ച് സമയം ശേഷം അവൻ ചത്തുപോകും. ഇപ്പോൾ ഇല്ല ഡോക്ടർ ആഷ്ലി. ഇപ്പോൾ ഈ സംഭവം മനസ്സിലായ? നമസ്തേ. നമുക്കിന്ന് ഒരു ചെറിയ കഥ പഠിക്കാം അല്ലേ കുട്ടികളെ? ചെറിയൊരു എന്താ പറയുക, അതിലൊരു തത്വമുണ്ട്.
ആ തത്വം മനസ്സിലാക്കി എന്താണ് അതിലത്തെ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കൊരു ചെറിയ കുഞ്ഞു കഥ കുറച്ച് സമയം കൊണ്ട്. അതായത് ഒറ്റ സംഖ്യയിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 9 അല്ലേ? 9 കഴിഞ്ഞാൽ തൊട്ട് താഴത്തത് 8, പിന്നെ 7, പിന്നെ 6, പിന്നെ 5, പിന്നെ 4, പിന്നെ 3, പിന്നെ 1 അല്ലേ? പിന്നെ താഴെ 0 അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒറ്റ സംഖ്യയിലെ നമ്പറെല്ലാം ഇങ്ങനെ വരിയായി നിന്നിട്ടുണ്ടെന്ന് മനസ്സിൽ സങ്കല്പിക്കുക. മനസ്സിലായില്ലേ? 9 1ആയിട്ട് നിന്നിട്ടുണ്ട്, 8 അടുത്തത്, അങ്ങനെ 7 വരിയായി നിന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഇവർ വരിയായി നിന്ന സമയത്ത് ഈ 9 8നെ നോക്കിയിട്ട് ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്തതെന്നറിയോ? 8നെ നോക്കി പറഞ്ഞു ഒറ്റയടി 9. അപ്പോൾ 8 ചോദിച്ചു, നീ എന്തിനാണ് എന്നെ അടിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ 9 പറഞ്ഞു, നീ ഒരു എന്താ പറയേണ്ടത്, നിനക്കൊരു ശക്തിയൊന്നുമില്ല, ഞാനാണ് വലുത്, നിനക്ക് എൻ്റെ അത്ര കഴിവൊന്നുമില്ല, നീ എൻ്റെ താഴെയല്ലേ, അതുകൊണ്ട് നിന്നെ അടിച്ചു എന്ന് പറഞ്ഞു. അതെയോ, അതുകൊണ്ടാണ് നീ എന്നെ അടിച്ചത്? ഓ അത് ശരി, എന്നാൽ ഞാനും അടിക്കും. നീ ആരടിക്കും? ഞാൻ 7നെ അടിക്കും. ഓ അത് ശരി. 7ന് ഒറ്റ അടി കൊടുത്തു. അപ്പോൾ 7 വിചാരിച്ചു ഇവരെല്ലാവരും ഇങ്ങനെയല്ലേ ചെയ്തത്, 8 ഇങ്ങനെയല്ലേ ചെയ്തത്, പിന്നെ എനിക്ക് എന്താവുന്ന കൊടുത്താൽ എനിക്ക് 7ന് കിട്ടിയാകുമ്പോൾ 7 എന്താക്കി 6ന് ഒറ്റ അടി കൊടുത്തു. അപ്പോൾ 6 വിചാരിച്ചു ഓ അത് ശരി, ഞാൻ എന്താ പറയേണ്ടത്, നിന്നേക്കാൾ കുറച്ച് താഴെയല്ലേ, അതുകൊണ്ടല്ലേ എന്നെ അടിച്ചത്, ശരി. 6 എന്താക്കിന്ന് പറഞ്ഞാൽ 5ന് ഒറ്റ അടി കൊടുത്തു. അപ്പം 5 വിചാരിച്ചു ഓ അത് ശരി, എങ്കിലും ഞാനും കൊടുക്കാം, 4ന് ഇട്ടിട്ട് ഒറ്റൊരടി കൊടുത്തു. 4 വിചാരിച്ചോ എന്നാൽ പിന്നെ അങ്ങനെയല്ലേ ഞാനും ചെയ്യാം അതേപോലെ. 4 3നിട്ട് ഒറ്റ അടി കൊടുത്തു. 3 അതേപോലെ ചെയ്തു. 3 2നിട്ടിട്ട് ഒറ്റ അടി കൊടുത്തു. അപ്പോൾ 3 എന്ത് ചെയ്തു? 3 2നിട്ടിട്ട് ഒരടി കൊടുത്തു. 2 എന്ത് ചെയ്തു? 1നിട്ടിട്ട് ഒരടി കൊടുത്തു. അപ്പോൾ 1 വിചാരിച്ചു എൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത് ഏത് നമ്പറാണ്? 0 അല്ലേ? ഈ 0 അല്ലേ തൊട്ട് താഴെ നിൽക്കുന്നത്? ഞാൻ ഈ 0ന് എന്തിനടി കൊടുക്കണം? ഒരു കാര്യം ചെയ്യാം, 0ന് അത്ര എൻ്റെ അത്ര കഴിവൊന്നുമില്ലല്ലോ, ഏതായാലും ആ 0നെ നമുക്കൊന്ന് ചേർത്ത് നിർത്താം എന്ന് വിചാരിച്ചു. എന്നിട്ട് ആ 0നെ ഒന്നിങ്ങനെ കൂട്ടി നിർത്തി. 0നെ കൂട്ടി നിർത്തിയാൽ എന്താവും? 1 0നെ കൂട്ടി നിർത്തിയാൽ 10 അല്ലേ? അപ്പോഴെന്തായി? വലിയൊരു സംഖ്യയായിട്ട് മാറിയല്ലേ, 10ആയിട്ട് മാറിയല്ലേ? അപ്പോൾ ഒരു വലിയ, അപ്പോൾ നമുക്ക് കഴിവില്ലാത്തവരാ അല്ലെങ്കിൽ എന്താ പറയുക ദുർബലൻ എന്ന് കാണുന്നവരാ, അവർക്ക് ഒരുപാട് കഴിവുണ്ട്. എന്തായി? ഈ 1 ദുർബലനായ 0നെ കൂട്ടുമ്പോൾ നല്ല ശക്തിയായിട്ട് 10ആയിട്ട് മാറി. അപ്പം നമ്മൾ ഇതേപോലെ ആവർത്തിക്കാൻ വേണ്ടി പഠിക്കാം. നമസ്തേ മക്കളെ. പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഊർജ്ജം അല്ലേ, ആഹാരം പാകം ചെയ്തു. പ്രകാശ സംശ്ലേഷണം എന്താ? പ്രകാശ സംശ്ലേഷണം ആയിട്ട് പറയാനാവും. 6ാം ക്ലാസ് പഠിക്കുന്നതാണ്. 6ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയമാണോ മലയാളം മീഡിയമാണോ നിങ്ങൾ? മലയാളം. പ്രകാശ സംശ്ലേഷണം എന്താണ്? പ്രകാശ സംശ്ലേഷണം എന്താണ്? പ്രകാശം സാധാരണ അറിയുന്നത് പറഞ്ഞാൽ മതി. 6ാം ക്ലാസ്സിൽ എന്തൊക്കെ ചേർന്നിട്ടാണ് പ്രകാശ സംശ്ലേഷണം നടത്തുന്നത്? ഒരു വിദ്യായില്ല കൂടി ആവട്ടെ. എന്തൊക്കെ ചേർന്നിട്ടാണ് പ്രകാശ സംശ്ലേഷണം? കാർബൺ ഡൈ ഓക്സൈഡും വെള്ളം, മണ്ണിന്ന് വലിച്ചെടുക്കുന്ന വെള്ളം, കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ എന്താണ്? അതും വെള്ളം പറഞ്ഞു തന്നെ. കാർബൺ ഡൈ ഓക്സൈഡ്, വെള്ളം, പിന്നെ എന്തും കൂടി ചേരും? സൂര്യൻ തരുന്ന സൂര്യപ്രകാശം കൂടി ചേരും അല്ലേ? എന്നിട്ട് ആഹാരം പാകം ചെയ്യുന്ന ഇലകളിൽ. അങ്ങനെയല്ലേ പഠിച്ചത്? അങ്ങനെയല്ലേ? ക്ഷീണം കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആഹാരം ആദ്യമായി പാചകം നടക്കുന്നത് ചെടികളുടെ ഇലകളിലാണ്. സൂര്യനിൽ നിന്നുള്ള പ്രകാശം അല്ലെങ്കിൽ ഊർജം സ്വീകരിക്കുന്നത് ഇലകളിലാണ്. അവിടെയാണ് ആദ്യത്തെ ആഹാരം പാകം ചെയ്യപ്പെടുന്നത്. സൂര്യൻ എത്ര കിലോമീറ്റർ ദൂരെയാണ് നമ്മുടെ ഭൂമിയിൽ നിന്ന് അറിയാമോ? വല്ല ഐഡിയ ഉണ്ടോ? 15 കോടി കിലോമീറ്റർ. 15 കോടി 150 മില്യൺ കിലോമീറ്റർ അകലെയാണ് സൂര്യനുള്ളത്. ആ ഊർജ്ജമാണ് ഇലയിൽ സംഭരിക്കപ്പെടുന്നത്. വലിയൊരു മഹാത്ഭുതമാണ് നടക്കുന്നത്, നമ്മൾ അറിയുന്നില്ലെങ്കിലും. പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയയിലൂടെ ഒരു വലിയ മഹാത്ഭുതം നടക്കുന്നു. എന്നിട്ട് അവിടെ ഊർജ്ജം സംഭരിക്കപ്പെടുന്നു ആഹാരമായിട്ട്. ഈ ആഹാരം ചെടികൾക്ക് മാത്രമാണോ? ചെടികൾക്ക് മാത്രമാണോ? പിന്നെ ആർക്കും കിട്ടുന്നു? ജീവജാലങ്ങൾക്കൊക്കെ കിട്ടും അല്ലേ? അപ്പൊ ഞാൻ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ എനിക്ക് എങ്ങനെ കിട്ടാം? ആ സസ്യങ്ങൾ ഞാൻ കഴിക്കുന്ന ജീവജാലങ്ങളെ കഴിക്കാൻ പോകും. അപ്പോൾ
എൻ്റെ കൈ അനങ്ങുന്നതും മെയ് അനങ്ങുന്നതും കണ്ണനങ്ങുന്നതും നിങ്ങൾക്ക് എന്നെ കാണാനാവുന്നതും നിങ്ങളുടെ കണ്ണും കാലും കയ്യും ഒക്കെ ചലിക്കുന്നത് ഏത് എനർജി കൊണ്ടാണ്? ഏത് എനർജി കൊണ്ടാണ്? ഏത് എനർജി കൊണ്ടാണ്? അവിടെയല്ല, നിർത്തിയേക്കട്ടെ ഞാനിത്, ഞാൻ നിർത്തി. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഞാനും ഇതിന് തൊണ്ട പൊട്ടിക്കണം. സിമ്പിളായ കുറെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ പേടിച്ചു ഒന്നും ഉണ്ടാൻ പാടില്ല ടീച്ചർ പറഞ്ഞു വരുമ്പോ പിന്നെന്തേ ഒന്ന് കൈയടിച്ചാണ്, ഒന്ന് ആഞ്ഞ് കൈയടിക്കും. ഇതും പോരാ, പോരാ, ഒന്നും കൈയടിച്ചാണ്. ഇതൊന്നുമല്ല, ക്ലാസ് കീഴ്മേ കുറച്ചിടത്തൊക്കെ എന്താ ഐഡിയ കയ്യിലുണ്ട്. നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിച്ചതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ? അപ്പൊ എവിടെ പറഞ്ഞു നിർത്തിയത്? എവിടെ പറഞ്ഞു നിർത്തിയത്? ഊർജ്ജമാണ്. അപ്പൊ ഞാനും നിങ്ങളും സംസാരിക്കുന്നത് ഒരേ ജീവചൈതന്യം കൊണ്ടാണ്. സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം ചെടികൾ സ്വീകരിച്ചും അത് മണ്ണും വളമൊക്കെ ഭൂമിയിൽ നിന്നും സ്വീകരിച്ചിട്ട് ഇലകൾ ആഹാരം പാകം ചെയ്ത് അത് നെല്ലായും ഗോതമ്പായും ഉരുളക്കിഴങ്ങായും മുളകായും ഒക്കെ രൂപപ്പെടുന്നത് ഏത് എനർജിയാണ്? സൂര്യന്റെ എനർജിയാണ്. അതാണ് ഭക്ഷണമായി നമ്മൾ കഴിക്കുന്നത്. ആ ഊർജ്ജമാണ് നിങ്ങളിൽ എന്നിലും നിറഞ്ഞിരിക്കുന്നത്. ഇതിലൊന്നും മാധവനെന്നും മാത്യു എന്നും മുഹമ്മദ് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ജാതിയും മതവും വർഗവും ഭരണവും ഭാഷയും ഒന്നുമില്ല. ഒരേ ജീവചൈതന്യമാണ് എന്നിലും നിങ്ങളിലും ഒക്കെ നിറഞ്ഞിരിക്കുന്നത്. ഒരേ ഉറവിടത്തിൽ നിന്ന് വന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്റെ പ്രായമോ രൂപമോ അല്ല, എന്നിൽ നിറഞ്ഞിരിക്കുന്ന ജീവചൈതന്യമാണ്. സൂര്യനും എനർജി നൽകിയ ഒരു മഹാശക്തിയുണ്ട്. അത് നമുക്കറിയില്ല. നമ്മൾ യുക്തിക്കനുസരിച്ച് മാത്രം ആലോചിക്കുന്നതുകൊണ്ട് സൂര്യനാണ് തരുന്നതെന്ന് അറിയുന്നു. ഏതോ ഒരു മഹാശക്തിയുടെ ഊർജം സൂര്യനിലൂടെ നമ്മളിലേക്ക് പ്രവഹിക്കുകയും അതെല്ലാം സകല ജീവജാലങ്ങളിൽ നിറഞ്ഞിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കൊക്കെ ചലിക്കാനും ഒക്കെ ആവുന്നത്. ആ എനർജിയെയാണ്, ആ ജീവചൈതന്യത്തെയാണ് നമ്മൾ പരസ്പരം ബഹുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഗുഡ് മോർണിംഗ് പറയുന്നത്. നിങ്ങൾ പറഞ്ഞില്ലേ ഗുഡ് മോർണിംഗ്?